ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി വെയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു വിൻറ്റേജ് ജേർണൽ കിറ്റാണ്. ഇത് ഞാൻ മീഷോന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കുറേ ദിവസമായി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാനുള്ള റീസൺ. എനിക്ക് പർപ്പിൾ മേടിക്കണോ വിൻറ്റേജ് മേടിക്കണോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കരുതി വിൻറ്റേജ് മേടിക്കാമെന്ന്. ഇതിൻ്റെ മുകളിലൊരു കവറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇത് അൺബോക്സ് ചെയ്തുകൊണ്ട് ആ കവറിംഗ് ഒക്കെ ഞാൻ കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇതേപോലെയാണ് ഉള്ളത്. ഫസ്റ്റ് ഇതൊരു ഡയറി വരുന്നുണ്ട് കേട്ടോ. ഒരു ഡയറി ഭയങ്കര കുഞ്ഞ് ഡയറിയാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ, പേര് എഴുതാനൊക്കെ ഉള്ള. ഈ ഒരു ബോക്സ് തന്നെ ഭയങ്കര ചെറുതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് A6 സൈസ് വരുന്ന ഡയറിയാണ് കേട്ടോ. ഇതിന് ഇതേപോലെ ഒരു കവറൊക്കെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. കുറേ പേജസ് വരുന്നുണ്ട്. എത്ര പേജസ് ആണെന്നൊക്കെ കറക്റ്റായിട്ട് അറിയില്ല. 250 അങ്ങനെ എന്തോട്ടാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഗ്രിഡ് ലൈൻസ് ഒക്കെ വരുന്ന പേജാണ്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രീം കളർ പേജൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതേപോലെ നല്ല ഗ്രിഡ് ലൈൻസ് വരുന്ന ഒരു ബുക്കാണ്. ഈ ബുക്കിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. സൈസ് ഇച്ചിരി ചെറുതാണെന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വരുന്നത് 3 ടൈപ്പിലുള്ള മെമോ പാഡ്സ് ആണ് കേട്ടോ. അത് അത്യാവശ്യം വരുന്നുണ്ട്. 3 ടൈപ്പിലുള്ള മെമോ പാഡ്സ് ആണ് വരുന്നത്. അത് ടോട്ടൽ 60 എണ്ണം ഉണ്ട്. ഓരോന്നും 20 എണ്ണം വെച്ചിട്ട്, അങ്ങനെ 3 എണ്ണം കൂട്ടിയിട്ട് 60 മെമോ പാഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റ് വൺ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 എണ്ണമാണ് വരുന്നത്. നെക്സ്റ്റ് ഇതാ കുറച്ച് നീളത്തിലുള്ള മെമോ പാഡ്സ് ആണ്. അതിലിങ്ങനെ ടൈമിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ എന്താ പറയുക, ഡെയിലി റൊട്ടീനൊക്കെ എഴുതി വെക്കാൻ വേണ്ടി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മെമോ പാഡാണ്. ഇതും 20 എണ്ണം തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പണ്ട് കടയിൽ ഇങ്ങനെ ബില്ലൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബുക്കില്ലേ, അതിൻ്റെ പേജസ് പോലെ എനിക്ക് തോന്നി. ഇതും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല, ആ മെമോ പാഡാണ്. എനിക്ക് എന്താണെന്നറിയില്ല, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെമോ പാഡ്സ് വരുന്നത്. നെക്സ്റ്റ് 2 എൻവലപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ എൻവലപ്പിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജേർണലിന് ഒട്ടിക്കാം. ഇതിൻ്റെ അടിയിൽ മടക്കുന്ന അകത്ത് ഫേവറേറ്റ് എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിലെനിക്ക് ആ റോസ് ബഡ് വന്നിട്ട് എഴുതിയ സംഭവമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇതേപോലെ കുറച്ച് കാർഡ്സ് ആണ്. ഇതിൻ്റെ പേര് ആ ബോക്സിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഡെക്കറേറ്റീവ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇത് 20 എണ്ണം തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ജേർണലിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ വാളിലൊക്കെ ഒട്ടിക്കണം എന്നാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് പലതും പല രൂപത്തിലും ഭാവത്തിലായിട്ടാണ് വരുന്നത്. കുറേ സ്ക്വയർ ഷേപ്പിലുള്ളതും പിന്നെ സ്റ്റാമ്പ്സിൻ്റെ രൂപത്തിലുള്ളതും അങ്ങനെ കുറേ എണ്ണം വരുന്നുണ്ട്. ഞാൻ എല്ലാതൊന്നും കാണിച്ചു തരുന്നില്ല. എല്ലാതും കാണിക്കാൻ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും. അടുത്തത് കുറച്ച് നമ്പർ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ 1 to 31 വരെയുള്ള എല്ലാ നമ്പേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര കുട്ടി കുട്ടി സ്റ്റിക്കേഴ്സാണ്. ഇത് പലതും പല ഡിസൈനിലാണ് വരുന്നത്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജേർണലിലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടുത്തത് 2 വാഷി ടേപ്പാണ് കേട്ടോ. 2 ടൈപ്പിലുള്ള വാഷി ടേപ്പ് വരുന്നുണ്ട്. ഒന്നൊരു പ്ലെയിൻ ബ്രൗൺ കളറിലുള്ളതും മറ്റേതും ഒരു വിൻറ്റേജ് തീമിലുള്ള വാഷി ടേപ്പാണ് കേട്ടോ. ഇത് കുറച്ച് തിൻ ടൈപ്പ് വരുന്ന വാഷി ടേപ്സ് ആണ്. അടുത്തത് ഇതാ കുറച്ച് അധികം സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സ്റ്റിക്കേഴ്സ് ആണ്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഇതേപോലെ കുറേ സർക്കിൾസ് ആണ്. അത് 2 മാത്രമാണ് അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് വരുന്നത്. ബാക്കിയൊക്കെ പേപ്പർ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സ് 8 ഷീറ്റാണ് കേട്ടോ വരുന്നത്. ഈ 2 ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സും ബാക്കിയൊക്കെ പേപ്പർ സ്റ്റിക്കേഴ്സും. അടുത്തത് കുറച്ച് ഫോൾഡിങ് പേപ്പേഴ്സാണ് കേട്ടോ. ഇത് 10 എണ്ണമാണ് വരുന്നത്. ഓരോന്നിലും 3 എണ്ണം വെച്ച് അങ്ങനെ ടോട്ടൽ 30 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇതും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. എല്ലാതും നല്ല വിൻറ്റേജ് മയത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സാണ് കേട്ടോ. ഇത് 3 ടൈപ്പിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് 10 എണ്ണം തന്നെ വരുന്നത്. ഇതിനിങ്ങനെ ലെങ്ത്ത് കൂടുതലും ബ്രെഡ്ത്ത് കുറവും അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് വരുന്നത്. നെക്സ്റ്റ് കുറച്ച് സ്ക്വയർ ടൈപ്പിൽ വരുന്നതുണ്ട്. അത് 5 എണ്ണമാണ് കേട്ടോ വരുന്നത്. അടുത്തത് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു 5 സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സ് വരുന്നുണ്ട്.
അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ബോക്സിലുള്ളത്. ബോക്സ് ഇച്ചിരി ചെറുതായിരുന്നു, പക്ഷെ എങ്കിലും അതിനുള്ളിൽ അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്കെന്തായാലും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജേണൽ സെറ്റൊക്കെ അയച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരു ജേണൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനങ്ങനെ സപ്ലൈസ് ഒന്നും യൂസ് ചെയ്ത് ഇതുവരെ ജേണൽ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ജേണലിംഗ് ആണ്. എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ല, കൊളാവാതെ കിട്ടിയാൽ മതിയെന്നും. അപ്പോൾ ഞാൻ അതിൻ്റെ കവറൊക്കെ ഒന്ന് ഊരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടതാ ഞാൻ ഫസ്റ്റ് പേജിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജേണൽ ചെയ്യാം. ജേണൽ എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള ഒരു ഐഡിയയിൽ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്തതാണ്. ഈ ഒരു ജേണൽ കിറ്റിൽ ഉണ്ടാകുന്ന സ്റ്റിക്കേഴ്സും വാഷി ടാപ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ജേണലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വക കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ മുമ്പ് മേടിച്ച കുറച്ച് ജേണൽ സ്റ്റിക്കേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതും ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ജേണൽ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.